ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നീതുവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഹരീഷ്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവിടുവാണല്ലോ. വീട്ടിൽ ചെന്ന പാടെ തന്നെ നീതുവിനെ ശരിക്കും എടുത്തിട്ട് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നീതുവിനാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. നീതു എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ എന്നെ ചെയ്താലും ശരി തന്നെ ഹരീഷിനെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഹരീഷിനെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. ആ വൃത്തികെട്ടവന്മാരുടെ അടുത്ത് നീ പോവരുതെന്ന് പറഞ്ഞാൽ കേക്കില്ലല്ലേടി, നീ അവൻ്റെ കൂടെ ബൈക്കിൽ ചുറ്റി കറങ്ങുകയും ഒക്കെ ചെയ്തതല്ലേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ കുറേ വഴക്കും. പിന്നെ അഖിലാണെങ്കിൽ വലിയൊരു വടി എടുത്തുകൊണ്ട് വരുമോ കേട്ടോ അടിക്കാനായിട്ട്. അത് പേടിച്ച് അടി കൊള്ളണ്ടെന്ന് വെച്ച് പെട്ടെന്ന് തന്നെ നീതു മുറിക്കകത്ത് കയറി കഥ കടച്ചങ്ങിരുന്നു. ഈ സമയത്ത് നമ്മുടെ ഈ അഖിലാണെങ്കിൽ വലിയൊരു വടി എടുത്തിട്ട് വരുമോ കേട്ടോ. വന്നിട്ട് തുറക്കടി വാതിലെ തുറക്ക്, നീ ഇറങ്ങി വരില്ലല്ലേ, നീ വാതിലടിച്ചിരിക്കുകയല്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാത്ത് അവിടെ നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ നീതുവിന് സഹി കെട്ടും. നീതു എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹരീഷ് വാങ്ങിക്കൊടുത്ത ഫോൺ എടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് വിളിക്കുക കേട്ടോ. എന്നെ ഇതുപോലെ വീട്ടിലുള്ളവർ ടോർച്ചർ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ വരുവാണ്. അടിക്കാൻ നീതു പുറത്തോട്ട് ഇറങ്ങണതും അടി കൊടുക്കാൻ കണക്കാക്കി നിൽക്കുകയാണ് വലിയൊരു വടിയായിട്ട്. അപ്പോൾ പുറത്ത് കോളിംഗ് ബെല്ല് കേൾക്കുമ്പോൾ നമ്മുടെ നീതുവിൻ്റെ അമ്മയും അച്ഛനും ഇത് ആരാ വന്നതെന്ന് പറഞ്ഞ് നോക്കാൻ പോവാ വടി അവിടെ ഇട്ടിട്ട്. നോക്കുമ്പോൾ ലേഡീസാണ്, പോലീസ്, പെൺ പോലീസാണ് വന്നിരിക്കുന്നത്. എന്താ കാര്യം ചോദിക്കുക. നിങ്ങളുടെ മകളാണോ നീതു, അവളുടെ വീടാണോ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതേന്ന് പറയാം. അവൾ എന്ത് തെറ്റാ ചെയ്തത്, അവളെന്ത് തെറ്റോ ചെയ്യട്ടെ, നിങ്ങൾ അവളെ ഇങ്ങോട്ട് വിളിക്കുക. അയ്യോ ദൈവമേ, ഇവൾ നമുക്ക് ഇനിയും ഒരു സമാധാനം തരില്ല, ഇവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടാണാവോ ഇവിടെ വന്നതെന്നും പറഞ്ഞുകൊണ്ട് നേരെ നീതുവിനെ പോയി വിളിക്കുക കേട്ടോ. നീതു എടി പോലീസ് വന്ന് നിൽക്കണം, ഇറങ്ങടിയെന്ന്. പോലീസ് എന്ന് കേൾക്കുമ്പോൾ നീതുവിനൊരു ധൈര്യമായി നീതു പുറത്തേക്ക് ഇറങ്ങി വരിക. നേരെ വെളിയിൽ നിൽക്കുമ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, അതെ നീയാണോ നീതു? അതെ. നീയല്ലേ ഞങ്ങൾക്ക് പരാതി തന്നത്? ഞാനാ മാഡം വിളിച്ചത്. ഇതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരനുമാണ്. ഇവരുടെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ ഞാൻ നിങ്ങളെ വിളിച്ചത്. കേട്ടല്ലോ മോള് പറഞ്ഞത്. അയ്യോ ഞങ്ങളങ്ങനെ ഇവൾ ടോർച്ചറൊന്നും ചെയ്തിട്ടില്ല. ഇവളെന്തിനാണ് ഞങ്ങളങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളുടെ മോളല്ലേ? അതെ മകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവർ ചെയ്യുന്നത് മകളോട് ചെയ്യുന്നത് പോലെയുള്ള ക്രൂരതയല്ല, അതിനപ്പുറമാണ് ഇവർ ചെയ്യുന്നത് മാഡം. നീ പറ എന്തൊക്കെയാണ് നിന്നെ ചെയ്യുന്നത്? അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് ദേ അകത്ത് ഓടിപ്പോയിട്ട് ആ വടി എടുത്തുകൊണ്ട് വന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ ഈ വടി, ഇത് എന്നെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പേടിച്ച് ഞാൻ മുറിക്കകത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ മാഡത്തിനെ വിളിച്ചത്. ഞാൻ ഇറങ്ങിയാൽ ഇവർ ഇത് വെച്ച് എന്നെ ഓങ്ങി അടിക്കും. ഇത് കണ്ടോ എൻ്റെ കയ്യിലെല്ലാം ചതഞ്ഞു കിടക്കുന്നത്? ഇവരടിച്ചതാ. ഇവനാണെങ്കിൽ ഒരു ജോലിയും കൂലിയും ഒന്നുമില്ല, വീട്ടിലിരുന്ന് ഇത് എന്നെ ജോലി. അത് ശരി, സ്വന്തം മകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട നിങ്ങൾ തന്നെ അവളെ ദ്രോഹിക്കുകയാണോ? അതോ അച്ഛൻ, നിങ്ങളല്ലേ അച്ഛൻ, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക. അച്ഛനാണെങ്കിൽ എന്നെ അടിക്കില്ല എന്നേ ഉള്ളൂ മാഡം, പക്ഷേ വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയും. സഹി കെട്ടും, നാണം കെട്ടാൻ ഞാൻ ജീവിക്കുന്നത്. എനിക്കൊരു പ്രൊട്ടക്ഷൻ എൻ്റെ വീട്ടിൽ കിട്ടുന്നില്ല എന്നിങ്ങനെ സങ്കടം പറയാം. എന്തിനാണ് ഇതൊക്കെ കുട്ടിയോട് ഇവർ ചെയ്യുന്നത്? അത് എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്. ആ പയ്യനെ ഇഷ്ടമാണ്, ഞാൻ സ്നേഹിക്കണമെന്ന് അറിയുന്ന സമയത്താണ് ഇവർക്ക് ഇതൊക്കെ വന്നത്. അയ്യോ മാഡം, അതൊരു പന്ന സ്വഭാവമുള്ള ചെറുക്കനാണ്, ഒരു അഴുക്ക കുടുംബത്തിലുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കാത്തതെന്ന് പറയാം കേട്ടോ. അപ്പോൾ വീണ്ടും നീതു പറയണം, അങ്ങനെയല്ല മാഡം, അവന് നല്ലൊരു ജോലിയുണ്ട്, ഒരു മെക്കാനിക്കാണ്. അതാണ് ഇവർ കാണുന്ന കുറവ്. വലിയ ഗവൺമെൻറ് ജോലിയൊന്നുമില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഇനി മരിച്ചാലും ശരി, ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കൂ. എനിക്ക് ഇപ്പോൾ ഓടിപ്പോയി കല്യാണം കഴിക്കണമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞില്ല. എനിക്ക് പഠിക്കണം, ഒരു ജോലി വാങ്ങണം, സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് മതി കല്യാണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരതൊന്നും സമ്മതിക്കുന്നില്ല. കേട്ട പാതി അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്നെ അടിക്കാനും ഇടിക്കാനുമാണ് നിൽക്കുന്നത്. അത് ശരി, ഈ പറയണ ഈ നിൻ്റെ സഹോദരൻ, എന്താണ് നിൻ്റെ പേര്? അഖിൽ. നിനക്കെന്താടാ പണി? അത് ഞാൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് ശരി, അപ്പോൾ ജോലിയില്ല കൂലിയില്ല, എന്നിട്ട് വീട്ടിലിരുന്ന് കോളേജിൽ പഠിക്കുന്ന കൊച്ചു പെണ്ണിനെ എടുത്തിട്ട് അടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്നു. ഇതാണല്ലേടാ പീഡന കേസിന് നിന്നെയൊക്കെ പിടിച്ച് അകത്തിട്ടാലേ അച്ഛനും അമ്മയും മോനും എല്ലാം ജയിലിൽ കിടക്കും. കുറേ വർഷം അതിനകത്ത് ഉണ്ട തിന്ന് കിടക്കേണ്ടി വരും. വേണോ? മോളൊരു പരാതിയും കൊണ്ട് എഴുതി തന്നാൽ മതി. വേണോന്നാ? അയ്യോ വേണ്ട, ഞങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് പറയാട്ടോ. അവസാനം പോലീസ് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, മേലിൽ ഇവളെ ഇനി ഉപദ്രവിക്കാനോ എടുക്കാനോ ഒന്നും പാടില്ല. അവളുടെ ഇഷ്ടമാണ്, അവൾ ആരെ സ്നേഹിക്കണം. നിനക്ക് എത്ര വയസ്സായിടി? എനിക്ക് 20 വയസ്സ്. 20 വയസ്സായ ഒരു പെൺകുട്ടി കോടതിയിൽ വന്ന് പറഞ്ഞാലും കോടതിയിൽ എന്താ സമ്മതിക്കുക? അവളുടെ ഇഷ്ടത്തിന് വിടാനല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അവളിപ്പോൾ ചാടി ആ ചെറുക്കനോട് കല്യാണം കഴിച്ച് പോകണമെന്ന് ഒന്നും പറയുന്ന പോലും ഇല്ല. എന്താ പറയുന്നത്? ആകെ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം, ജോലി വാങ്ങണം, എന്നിട്ട് മതി എന്നല്ലേ പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെയാണോ നിങ്ങളിങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത്? അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും ശരി, മേലിൽ ഈ പെങ്കൊച്ചിൻ്റെ ദേഹത്ത് കൈവയ്ക്കുകയോ അടിക്കുകയോ ഉപദ്രവിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യരുത്. അവൾ ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കുകയും ജീവിക്കുകയും ചെയ്യട്ടെ, അത് അവളുടെ ഇഷ്ടമാണ്. അപ്പം അതിനെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്, മനസ്സിലായോ? ശരി, എല്ലാത്തിനും തൂക്കടി ഞാൻ അകത്തിടേണ്ടതാ. തൽക്കാലം നീ ഒരു പേപ്പർ എടുത്തുകൊണ്ട് പാടാമെന്ന് പറയട്ടെ. അങ്ങനെ നമ്മുടെ നീതു പേപ്പർ എടുക്കാൻ പോകുമ്പോൾ വേണ്ട അവൻ തന്നെ പോട്ടെ. അങ്ങനെ അഖിൽ പോയി ഒരു പേപ്പറും പേനയൊക്കെ എടുത്തുകൊണ്ട് വരിക. എഴുതാൻ അറിയാമോടാന്ന് ചോദിക്കുക. അറിയാം, എന്നാൽ എഴുതിക്കോ. ഇനി മുതൽ ഞാൻ എൻ്റെ സഹോദരിയെ
കൈ ഓങ്ങുകയോ വഴക്ക് പറയുകയോ അടിക്കുകയോ തല്ലുകയോ ഒന്നും ചെയ്യില്ല, നല്ല പോലെ അവളെ നോക്കിക്കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇനി നല്ല ആഹാരം ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അവളെ നല്ല പോലെ കെയർ ചെയ്തോളാം പറഞ്ഞൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് പോലീസ് വാങ്ങട്ടെ. എന്നിട്ട് എല്ലാവർക്കും ഒരു താക്കീത് കൊടുക്കുകയാണ്. നീതുവിനെ പ്രത്യേകം മാറ്റി നിർത്തിയിട്ട് ഫോൺ നമ്പരും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ല അന്നേരം നീ ഈ നമ്പറിലേക്ക് വിളിച്ചോളണമെന്ന്. അതോടുകൂടി അവിടെയുള്ള എല്ലാവരും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നീതു അകത്ത് പോവാണ്. എന്നിട്ട് അവരോട് ചോദിക്കണം, എന്തേ എന്നെ അടിക്കണ്ടേ? അടിക്കമ്മേ, അടിയടാ. അച്ഛനോ വന്ന് വഴക്ക് പറയണ്ടേ? വായിത്തൊന്നെ എല്ലാം പറഞ്ഞോ, ഞാൻ നിന്ന് തരാൻ മുന്നേ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇവർക്കൊക്കെ നാണം കെട്ടി ചമ്മിപ്പോയി. അത് കഴിഞ്ഞ് നമ്മുടെ കിളിക്കൂട്ടിലാണെങ്കിൽ അവരെല്ലാവരും ടെൻഷനിൽ നിൽക്കുകയാണ്. പോയ ഹരീഷിനെ നീതുവിനെയും കാണുന്നില്ലല്ലോ. കുറച്ച് കഴിയുമ്പോഴാണ് ഹരീഷ് വരുന്നുണ്ട്. എടാ അവൾ എന്ത് ചെയ്യും ചോദിക്കുക കേട്ടോ. അവളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. അയ്യോ അത് വലിയ കഷ്ടമായല്ലോ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് അവൾ ഇഷ്ടം പോലെ അടി വാങ്ങേണ്ടി വരില്ലേ? അങ്ങനെയൊന്നുമില്ല, അവളത് നോക്കിക്കോളൂ എന്ന് പറയാം. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തതെന്ന് സുമേഷ് ചോദിക്കുക കേട്ടോ. നീതിയും ചോദിക്കുന്നുണ്ട്. സുധീഷും വഴക്കുറനുണ്ട്. അവൾ ഇങ്ങോട്ട് കയറി വന്ന പെങ്കൊച്ച്, നിനക്ക് അവളെ കല്യാണം കഴിച്ച് ഇവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ? അവൾക്കൊരു ജീവിതം കൊടുത്തൂടെ? വീണ്ടും നീ ആ കുഴി കൊണ്ടിട്ടോ. ആ ചെറുക്കനാണെങ്കിൽ ഒരു സൈക്കോയാണ്, അവളെ അടിച്ച് ശരിയാക്കും എന്നൊക്കെ സുധീഷ് പറയാട്ടോ. ഹരീഷ് പറയാം, ഇല്ല, ഞാൻ എൻ്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾക്കത് മനസ്സിലായി. അവളുടെ വീട്ടിലെ കാര്യമൊക്കെ അവൾക്ക് മാനേജ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടാക്കിയത്. നിങ്ങൾ ആരും വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ഹരീഷ് കയറി പോവാട്ടോ. സുധീഷ് ആകെ വിഷമിച്ചിരിക്കുക. എന്നാലും ആ കൊച്ചിനെ അടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് നിധി വന്നിങ്ങനെ ചോദിക്കുകയാണ്, എന്തേ അവിടുന്ന് ഹരീഷിനെ വിളിച്ചിരുന്നു? ആ പെങ്കൊച്ചു ഹരീഷിനെ വിളിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. എന്നാലും ആ കുട്ടിയെടുത്ത തീരുമാനം നന്നായി, ഹരീഷ് എടുത്തതും നന്നായി എന്ന് നിധി പറയാട്ടോ. ഹരീഷ് നല്ല പക്വതയും ഉത്തരവാദിത്തവും ഉള്ള ഒരു ചെറുപ്പക്കാരാണെന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു. സുമേഷ് ഏട്ടന് വേണ്ടിയിട്ടാണ് അവൻ ഇപ്പം ഈ കല്യാണം വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഒരു സുധീഷ് പറയാം, അവൻ ചെയ്തത് വളരെ തെറ്റാ. ആ ചെറുക്കനിരുന്ന് അടി കൊണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ കൊണ്ടിട്ട് കൊടുത്തത്. എന്തിനായിരുന്നു അത് ചെയ്തത്? സുധീഷ് വിചാരിക്കുമ്പോഴല്ല കാര്യം. സുധീഷിനെക്കാളും ഹരീഷിന് കുറച്ചും കൂടെ അറിവും പക്വതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളാണെങ്കിലേ ആ പെൺകുട്ടി ഇതുപോലൊരു അവസ്ഥ വന്നാൽ കല്യാണം കഴിച്ച് താമസിക്കും. പക്ഷേ സുധീഷ് കുടുംബത്തെക്കുറിച്ചും കൂടെ ചിന്തിച്ചു. അത് മനസ്സിലാക്കി വിടാൻ ആ പെൺകുട്ടിക്ക് മനസ്സിലായല്ലോ. ഇതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ മനസ്സിലായോ? പക്ഷേ ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി ചിന്തിച്ചില്ലേ? അവളുടെ വീട്ടിലൊക്കെ അടി കിട്ടിയാലോ? കൊള്ളാം, നല്ല ചിന്ത. നിങ്ങൾ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഹരീഷിനെ പോലെ ആവാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നിധി അങ്ങോട്ട് പോവാം. നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും എല്ലാം കണക്ക് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ്. ഇതെല്ലാം കഴിഞ്ഞ് നീതു വീണ്ടും ഹരീഷിനെ കാണാനായിട്ട് വർക്ക്ഷോപ്പിൽ വരും കേട്ടോ. തലേ ദിവസമേ അടികൊണ്ട പാടില്ല, വീട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലേ, പട്ടിണി ഇരിക്കുകയായിരുന്നു. ഹരീഷിനോട് ദോശയൊക്കെ വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ വർക്ക്ഷോപ്പിൽ വെച്ച് ദോശയെല്ലാം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ നടന്ന സംഭവം വിശദീകരിക്കുകയാണ് കേട്ടോ. നിനക്ക് അടി കിട്ടിയോ, എന്തായി എന്നൊക്കെ. അപ്പോഴാണ് അവിടെ നടന്ന സംഭവം വിശദീകരിച്ച് നമ്മുടെ നീതു പറഞ്ഞു കൊടുക്കുക. പോലീസിനെ വിളിച്ചതും ഇപ്പോൾ അവരെല്ലാവരും എൻ്റെ കാൽ കീഴിലാണ് വന്ന് നിൽക്കുന്നതെന്ന്. ഓ അത് ശരി, ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നീ ആൾ കൊള്ളാമല്ലോടി, വിചാരിച്ച പോലൊന്നും അല്ലല്ലോ, നീ മിടിക്കുകയാണല്ലോ എന്ന് ഹരീഷ് പറയാട്ടോ. എനിക്കാണെങ്കിൽ ഇപ്പം നിന്നൊന്ന് ഹഗ് ചെയ്യാൻ തോന്നുവാന്ന് ഹരീഷിനോട്. കാരണം ഹരീഷ് പറയുന്നുണ്ടെടി, നിന്നെ ഞാൻ അവിടെ കൊണ്ട് വിട്ടിട്ടും ഞാൻ പോയില്ല, കുറേ സമയം അവിടെ മാറി നിന്നോ. നിന്നെ ഇടിക്കുകയോ ചെയ്യുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സൗണ്ട് കേൾക്കുമ്പോൾ അറിയാമല്ലോ. നീ നിന്നിട്ടൊന്നും കാര്യമില്ല, കിട്ടേണ്ടതെല്ലാം എനിക്ക് കിട്ടി. പക്ഷേ അവരെ കഥ കടച്ചിട്ടിട്ടാണ് എന്നെ തല്ലുന്നത്, അതുകൊണ്ട് ആരും പുറത്ത് കേൾക്കില്ല. എന്നാലും നീ എന്നെ കാത്തും പുറത്ത് നിന്നല്ലോ അല്ലേ എനിക്ക് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ. സത്യം, അതുകൊണ്ടാണ് എനിക്ക് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയെന്ന്. വർക്ക്ഷോപ്പിൽ മറ്റുള്ളവന്മാർ പറയാണ്, നടക്കട്ടെ, നല്ല അടിപൊളി കഥ, ഒരു കാര്യം ചെയ്യും എന്നായിട്ടൊന്ന് കെട്ടിപ്പിടിച്ചോ എന്ന് പറഞ്ഞ് കളിയാക്കുക കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വരെ വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്